ഹായ് ഫ്രണ്ട്സ്, കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ഔഷധക്കഞ്ഞി വെച്ച് കുടിച്ചൊന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രകൃതിയുടെ ബദാം സ്പെഷ്യൽ ഔഷധക്കഞ്ഞിക്കൂട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചേരുവകളും എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്നും കുക്ക് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഫലങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിന് 225 രൂപയാണ് MRP വരുന്നത്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് 1 by 1 ആയിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വേദക്കുട്ടിയുടെ ഹെൽപ്പോടുകൂടി, വേദക്കുട്ടി ഹായ് പറഞ്ഞേ, ഹെൽപ്പോടുകൂടി നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് കാണാം. ഓരോന്ന് എടുത്ത് വെച്ചേടാ. ആദ്യം എന്താ വെക്കുന്നത്? ഇത് നേരെ വെച്ചേ, ആ ടേബിളേ വെക്ക്. ഇത് വന്നിട്ട് പൊടിമരുന്ന് മിശ്രിതമാണ്. ഇത് അങ്ങാടി പച്ച വറമരുന്നുകളാണ്. ഇതിൻ്റെ അകത്ത് കുറേ എന്തൊക്കെയോ സാധനങ്ങളാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ആ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന്. അടുത്ത സാധനം എടുത്തേ. ഇതെന്താ സാധനം? ആശാളി എന്ന് പറയും. ഇതൊരു എന്തോ ഒരു അങ്ങാടി മരുന്നാണ്. ഈ സാധനത്തിനെ പറ്റി വലിയ പിടിയില്ല. എന്തോ ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ ഉള്ള സാധനമാണ് ആശാളി. അടുത്ത എന്താ? ഇത് നമ്മുടെ ഉലുവ. ഇതിപ്പോൾ ഒരാൾക്കുള്ള കണക്കാണ്. ഒരാൾക്ക് 7 ദിവസം കഴിക്കാനുള്ള കണക്കിലാണ് ഇവരിത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എന്താ? അടുത്തത് ബദാം എന്നൊക്കെ അറിയാം. 7 ബദാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു കഞ്ഞി ഉണ്ടാക്കുമ്പോൾ, ഒരു തവണ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം പൊടിച്ചിടുക എന്നുള്ള കണക്കിലാണ് ഇതിൻ്റെ അകത്ത് 7 എണ്ണം വെച്ചിരിക്കുന്നത്. അടുത്ത വന്നിട്ട് നമ്മുടെ ഞവര അരി. നല്ല ഹൈ ക്വാളിറ്റി ഞവര അരിയാണ്. ഇതും ഒരു 1/2 kg ഒക്കെ ഉണ്ടാകും എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് വേവിക്കുന്നത്, ഇതിൻ്റെ വേവും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഇതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇത് പോസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കണം. നല്ല വൃത്തിയായിട്ട് ഉലുവ കഴുകി വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഞവര അരി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ചേട്ടനും എനിക്കും വേണ്ടി 2 പേർക്ക് വേണ്ടി മാത്രമുള്ള പോർഷനാണ് എടുക്കുന്നത്. ഇത്രയും മതി നമുക്ക് 2 പേർക്ക് കഴിക്കാനായിട്ട്. അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. എല്ലാ സാധനങ്ങളും ഞാൻ 2 പേർക്ക് എന്ന അളവിലാണ് എടുക്കുന്നത്. നമ്മുടെ ആ പാക്കറ്റ് ഒരാൾക്ക് 7 പ്രാവശ്യം കഴിക്കാനുള്ള അളവിലുള്ളതാണ്. 1-2 പ്രാവശ്യം നല്ല വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അരി ആദ്യം തന്നെ ഇടാം, കാരണം നല്ല വേവ് വരുന്നത്, ഏറ്റവും കൂടുതൽ വേവ് വരുന്ന അരിക്കാണല്ലോ. അപ്പോൾ അരി നല്ല അടിയിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ കുതിർത്ത ഉലുവ ആ വെള്ളത്തോട് കൂടി ഒഴിക്കണം. വെള്ളത്തിൽ നമ്മുടെ ആ ഉലുവയുടെയൊക്കെ അംശം കാണും, അതുകൊണ്ട് വെള്ളം കളയേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് നമുക്ക് ആശാളി കഴുകിയെടുക്കാം. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് പോയി പോകും. അപ്പോൾ എല്ലാം ഇട്ടു. അതിനുശേഷം നമ്മൾ ഇരട്ടി, നമ്മുടെ അരിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ സാധനങ്ങളുടെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടയ്ക്കുകയാണ്. ഇരട്ടി വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ വേവത്തുള്ളൂ, ഇല്ലെങ്കിൽ വേവാതിരിക്കും. നമ്മൾ വിസിലിട്ടിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക്, എനിക്കും ചേട്ടനും ഉള്ളതായതുകൊണ്ട് 2 ബദാം, ഒരാൾക്ക് 1 ബദാം എന്ന രീതിയിൽ 2 ബദാം പൊടിച്ചും വെക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചും എടുക്കാം. അപ്പോൾ ബദാം പൊടിച്ചിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാൽ മാത്രമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തേങ്ങ ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കാനാണ്. വെറുതെ തേങ്ങ പിച്ചിട്ട് കളയാതെ ഫുള്ളായിട്ട് നമ്മൾ ഒഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വിസിൽ വന്നപ്പോഴത്തേക്കും നന്നായിട്ട് ഞാൻ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടിമരുന്നും കൂടി എടുത്ത് വെക്കാം. പൊടിമരുന്ന് ഒരു 2 പാക്കറ്റ് വേണം. 2 പേർക്ക് കഴിക്കാനായതുകൊണ്ട് 2 പാക്കറ്റ് പൊടി നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ടോട്ടലി 7 എണ്ണം ഉണ്ട്. പക്ഷെ നമ്മളിപ്പം 2 എണ്ണം എടുത്ത് വെക്കുകയാണ്, നമുക്ക് വേണ്ടി മാത്രമായിട്ട്. 2 പേരല്ലേ കഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് വിസിൽ വന്നു. വിസിലൊക്കെ വന്ന് ഈ കളറൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ അരിയുടെ ആ കളറാണ് കേട്ടോ. അപ്പോൾ വിസിലൊക്കെ വന്ന് ഓഫാക്കി. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരിയും വെന്തിട്ടിട്ട് ആശാളി നമുക്ക് കാണാൻ പറ്റില്ല, എന്നാലും അതും വെന്തിട്ടുണ്ട്. ഉലുവായും നന്നായിട്ട് കുതിർത്തുകൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് ഇത് കുക്കർ അതിലേക്ക് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ബദാം പൊടിച്ചതും നമ്മുടെ തേങ്ങാപ്പാലോ തേങ്ങ അരച്ചതോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ തേങ്ങാപ്പാൽ മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും കഞ്ഞി. അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഒത്തിരി ഓവറായിട്ടുള്ള വെള്ളവുമില്ല, അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടും അല്ലാത്ത രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ആ പൊടി മരുന്നുകളുടെ മിശ്രിതം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടത് വേകണം. ഈ പൊടി നന്നായിട്ട് വെന്ത് വരുമ്പോൾ
വരുമ്പോഴാണ് നമ്മുടെ കഞ്ഞി കറക്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ സമയം നമുക്ക് കുറച്ചുപ്പ്, ഒരു നുള്ളുപ്പ് ഇട്ടാൽ മതി കേട്ടോ. കാരണം നമ്മുടെ കഞ്ഞിയുടെ അളവിനനുസരിച്ച് സാധാരണ കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ വാരി വലിച്ച് ഇടരുത്. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഗുണം കൊണ്ടാണെങ്കിലും ടേസ്റ്റ് കൊണ്ടാണെങ്കിലും നല്ലത്. തിളയ്ക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമായിരിക്കും. എങ്ങനെയുണ്ട് സ്മെല്ല് വന്നിട്ട്? കുടിക്കാൻ തോന്നുന്നുണ്ടോ? കഞ്ഞി കുടിക്കാൻ തോന്നുന്നുണ്ടോ? എന്താ വായിലിട്ടിരിക്കുന്നെ? സ്മെല്ലടിക്കുമ്പോൾ നമുക്ക് അത്ര കഴിക്കാൻ അങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് ശർക്കര പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ചൊന്ന് ടേസ്റ്റ് മാറ്റാൻ വേണ്ടി ശർക്കര പൊടിയും കൂടി ഇടുക. വേദക്കുട്ടി അത് എടുത്തോട്ട് വന്നേടാ. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ഒരു പ്ലെയിൻ ടേസ്റ്റ്, പ്ലെയിൻ അല്ല, ഒരു മെയിനായിട്ട് ജീരകം, ഉലുവ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കുറച്ചിട്ടേ. ഇട്. ഇട്. ഇത് തൊടരുത്. മേളിൽ ഒന്നുകൂടെ ഇട്. ഒരു സ്പൂണും കൂടി ഇട്ടോ. നിറച്ചെടുക്ക്. ഇട്. ഇപ്പം നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലാതെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ശർക്കര വേണ്ടെങ്കിൽ ചേർക്കണ്ട. നമ്മളിപ്പം ശർക്കര ചേർക്കുന്നുണ്ട്. ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഉപ്പും തീരെ കുറച്ചാണ് ചേർക്കുന്നത്. ഇതായതുകൊണ്ട് ഉപ്പും തീരെ കുറച്ച് ചേർക്കുന്നതുകൊണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഇച്ചിരി ശർക്കര പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം കഴിക്കാൻ ഇച്ചിരി ടേസ്റ്റ് ആവുമായിരിക്കും അല്ലേടാ? എന്താ ജീരകവും? ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് അങ്ങനെയൊന്നും പറയാനില്ല കേട്ടോ. സുഖത്തിനല്ല ചുക്കുകഞ്ഞി കുളിക്കുന്നത് എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. ഭയങ്കര ടേസ്റ്റൊന്നുമില്ല, പക്ഷെ നല്ല ഗുണമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.